അധ്യായത്തിൽ, പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തുടങ്ങി അതിൻ്റെ അവസാന വാക്യം ഒന്ന് വായിച്ചു. എല്ലാം വായിക്കാൻ സമയമില്ല. പ്രവൃത്തി 2-ന്റെ അവസാന വാക്യം, കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അല്ലേ? അതല്ലേ വാക്യം? ഞാനിതൊക്കെ കാണാപ്പാടം പിടിച്ച് വെച്ചിരിക്കും. എപ്പോഴും വായിക്കലും ക്ലാസ്സും ഒക്കെ അല്ലേ. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാസ്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും സ്തോത്രം ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ആമേൻ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. ആരായി രക്ഷിക്കപ്പെടുന്നവർ? ഇനി അടുത്ത പഠനം. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയണമല്ലോ. ആരായി രക്ഷിക്കപ്പെടുന്നവർ? 42-ാം വാക്യമാ. 42-ാം വാക്യം അത് ഞാൻ എടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ആ അനുഭവത്തിൽ വരുന്നവരാണ് രക്ഷിക്കപ്പെടുന്നവര്. ചുമ്മാ എന്തെങ്കിലും കേട്ട കാര്യമായില്ല. രക്ഷിക്കപ്പെട്ടവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. അത് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ഏതവസ്ഥയിൽ വന്നവര്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വന്നവര്. അതാണ് ആ ഫോർമുല. നിങ്ങളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാ, കാർ ഓടിക്കുന്നവർ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒക്കെ തന്നെ കാർ ഓടിക്കുന്നവരാ. കാർ ഓടിക്കാൻ ഗിയർ ഇടാനൊരു ഫോർമുല ഉണ്ടല്ലേ? എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഗിയർ എടുത്തോണ്ടാക്കിയിട്ട് അല്ലേ, സെക്കൻഡ് നേരെ താഴേക്ക്, മുകളിലേക്ക്, ഇങ്ങോട്ട് 3, 4, പിന്നെ റിവേഴ്സ് ഗിയർ. അതൊരു ഫോർമുലയായിട്ട് വെച്ചേക്കുക. ഇപ്പോൾ ഒരുത്തം വണ്ടിയിൽ പഠിക്കാൻ വന്നിരിക്കും, ഒരുത്തം വന്നു. അപ്പോൾ ആശാനോട് പറയാം, എനിക്കിപ്പോൾ അങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല, ഞാൻ ഇടത്തോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇടത്തില്ല, ആശാനോട് പറയാം ഇറങ്ങി പോകാന്ന് പറയാൻ വേണ്ടി. ഇത് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ഫോർമുലയാണ്. ഞാനീ പറയുന്നത് സ്വർഗീയ കോടതി അംഗീകരിച്ചു വെച്ചിരിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥയാണ്. മാറ്റപ്പെടാൻ പാടില്ല. ഒരു ഫോർമുലയാണ്. രക്ഷിക്കപ്പെടുന്നവർ ആരാണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായ്മ ആചരിക്കണം, അവർ അപ്പം നുറുക്കണം, അവർ പ്രാർത്ഥന കഴിക്കണം. അതൊരു ഫോർമുലയാണ്. അങ്ങനെയുള്ളവർക്കാണ് പുതിയ നിയമസഭയുടെ അംഗമായിരിക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഗിയർ റൈറ്റിലോട്ട് ഇട്ടിട്ട് ഫസ്റ്റ് ഇടുകയാണെന്ന് പറഞ്ഞവനെ പോലെ ഇരിക്കത്തുള്ളൂ. ഇറങ്ങി പോകാൻ പറയും വണ്ടി. ഇനി നിനക്ക് വേണ്ടി വേറെ വണ്ടി ഉണ്ടാക്കണം ഞങ്ങൾ. ആ ഫോർമുല ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് താഴോട്ട് മുകളിലോട്ടിടുക എന്നുള്ള ഫസ്റ്റ് ഗിയർ, നേരെ താഴെ സെക്കൻഡ് ഗിയർ, പിന്നെ ലിവർ ഇങ്ങോട്ട് എടുത്തിട്ട് തേർഡ് ഗിയർ, നേരെ താഴെ ഫോർത്ത് ഗിയർ, പിന്നെ റിവേഴ്സ് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് നേരെ റിവേഴ്സ്. 4, 5 ഗിയർ കൊണ്ടുപോട്ടെ, അതിനനുസരിച്ച് വ്യത്യാസമൊക്കെ വരും. എന്ത് വ്യത്യാസം വന്നാലും ആ ഗിയർ ലിവറിൽ അതിൻ്റെ പിക്ചർ വരെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുള്ളത് അത് നമ്മളായിട്ട് മാറ്റി. ഈ വചനത്തിന്റെ വ്യവസ്ഥ ഞാനും നിങ്ങൾ മാറ്റരുത്. ഒരു പാസ്റ്ററിന് മാറ്റാൻ പ്രമാണമില്ല. ഗലാത്യർ 1:6 മുതൽ ഒന്ന് വായിച്ചോട്ടെ. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് എഴുതിക്കുന്ന പോയിന്റ് ഇപ്പോഴേ എടുത്തങ്ങ് പറയുക, വളരെ സീരിയസ് ആയതുകൊണ്ട്. ഗലാത്യർ 1:6 മുതൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തേക്ക് പറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഗലാത്യരോട് പറയാ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു വേറൊരു സുവിശേഷത്തിലേക്ക് പറയുക. അത് കൊള്ളാലോ. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുന്നു. അപ്പൊ സുവിശേഷം കലക്കി കളയുന്നു, സുവിശേഷം മറിച്ചു കളയുന്നു. എന്റെ ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ഇപ്പോൾ ഞാൻ ആ കുറിവാക്യം ഒന്നുകൂടി വായിക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയാൻ തെറ്റിപ്പോകും. ഈ തിരുവെഴുത്ത് മനസ്സിലാക്കണം. പൗലോസ് പറയുന്ന പുതിയ നിയമ തിരുവെഴുത്തിന്റെ ഏറ്റവും സുപ്രധാന വാക്യമാണ് ഞാൻ വായിച്ചത്. ഇപ്പൊ ചിലർ ചോദിക്കും, പൗലോസ് ആരാണപ്പാ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി വാക്കുകൊണ്ട് പറയാനില്ല. ഗലാത്യ ലേഖനം 1:1 എടുത്തൊന്ന് വായിക്കാം. ആരാ പൗലോസ് എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവാം ദൈവത്താലും അത്രേ. അപ്പൊ പൗലോസ് ആരാ എന്ന് പറഞ്ഞേ? പൗലോസ് ആരാന്ന് പറഞ്ഞേ? യേശുക്രിസ്തുവിനാലും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവാം ദൈവത്താലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അപ്പൊ പിതാവും പുത്രനും കൂടി നിയമിച്ച് വെച്ചിരിക്കുക പൗലോസിനെ. നമ്മളെല്ലാവരും കൂടി വോട്ട് കുത്തി കള്ള വോട്ട് ചെയ്തും ഒക്കെ ഓരോരുത്തരാക്കി വെച്ചിട്ടുണ്ട് അല്ലേ?
അത് കള്ളവോട്ടാണോ നല്ല വോട്ടാണെങ്കിലും നമ്മളത് കുത്തി അവനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചേ പറ്റൂ. ഇന്ന കാര്യം ചെയ്യാൻ പറ്റില്ല പറഞ്ഞേ പറ്റൂ. കാരണം അത് ഈ ലോകത്തിൻ്റെ നിയമം. അത് തെറ്റാണോ ശരിയാണോ അത് വേറെ വിഷയം. അതുപോലെ സ്വർഗീയ കോടതിയിൽ തീർപ്പ് കൽപ്പിച്ച് പിതാവും പുത്രനും കൂടി തെരഞ്ഞെടുത്ത് തന്ന ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങളാണ് അപ്പോസ്തലന്മാർ. അത് പൗലൂസിനെ മാത്രമേ അവിടെ എടുത്ത് പറയുന്നുള്ളൂ. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, ആദ്യ, ETC മുതലായവരെല്ലാം സ്വർഗീയ കോടതി നിയമിച്ചു വെച്ചിരിക്കുന്നവരാണ്. അത് ഇതിൽ വരുന്നുണ്ട് വിഷയം. ഞാൻ നേരത്തെ എടുത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവരാക്കി വെച്ചിരിക്കുന്ന അവരാണ് നമുക്ക് പ്രമാണം തരുന്നത്. അവർ പറയുന്ന പ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകണം. അതാണ് അവിടുത്തെ വിഷയം. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 42-ൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. അവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇപ്പൊ അവിടെ നിന്ന് ഞാൻ മുമ്പോട്ട് വരികയാണ്. ഇനി സ്തോത്രം, മത്തായിയുടെ സുവിശേഷം 16-18 വായിക്കാം. ഒത്തിരി അവിടെ പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവുക. നമുക്ക് 2 മണിക്ക് മുമ്പ് 1 മണിക്ക് മുമ്പ് ഇത് തീർക്കണമല്ലോ. മത്തായി 16-18 വായിച്ചാട്ടെ. നീ പത്രോസാകുന്നു. ആ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അപ്പൊ കർത്താവ് പണിയുന്ന ആരെയാ? കർത്താവിന്റെ സഭ. കർത്താവിന്റെ സഭ ഏതാ? ഞാനും നിങ്ങളുമാണെന്ന് പറഞ്ഞപ്പോൾ ഈ വചനപ്രകാരം തോസമാട് ഉപദേശം കേട്ട് കൂട്ടാൻ മരിച്ച അപ്പം വരുന്നവർ കർത്താവ് പണിയും. അല്ലാത്തവരെന്ത് ചെയ്യും? വേറെത്തും പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ശ്രദ്ധിച്ചോണം. പണി പലതും നടക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ വീട് പണിതപ്പോൾ തന്നെ ഞാൻ അടുത്ത് നിന്നിങ്ങനെ നോക്കണം. എത്ര ചട്ടി മെറ്റല്, എത്ര ചട്ടി എംസാൻഡ്, എത്ര ചട്ടി സിമൻറ്റ്. അപ്പം ഞാനോട് ചോദിക്കും എത്ര ചട്ടി ചോദിക്കണം. അത് ഞങ്ങൾക്കൊരു ഫോർമുലയുണ്ട്. 10 ചട്ടിക്ക് ഇത്ര എംസാൻഡ്, ഇത്ര സിമൻറ്റ് പണിയണം. അത് ശരിയായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒരു 10 ചട്ടിക്ക് ഒരു 20 ചട്ടി എംസാൻഡും ഒരു 25 ചട്ടി മെറ്റലും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അര ചാക്ക് സിമൻറ്റും ഇട്ടിട്ട് പണിത് കഴിഞ്ഞാൽ അതും പണി തന്നെയാണ്. അതുപോലെ കുറച്ച് കഴിയാൻ നേരത്തെ എന്ത് പറ്റും? എല്ലാം കൂടി ഇടിഞ്ഞു പൊളി തറയിലോട്ട് പോകും. ഞാൻ ഈ ഒരു വലിയ ഈ ഉട്ട്ലാൻഡ്സ് ഹോട്ടൽ എറണാകുളത്ത്, നിങ്ങൾക്ക് അറിയാവുന്നവർ അത്ര പേരുണ്ടെന്ന് അറിയില്ല. ഉട്ട്ലാൻഡ്സ് ഹോട്ടൽ എറണാകുളത്തുള്ള പഴയ ഹോട്ടൽ ഇപ്പോഴും ഉണ്ടത്. ആ ഹോട്ടലിൽ പണിത ജോർജിയേട്ടനുമായിട്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടു. ജോർജിയേട്ടൻ പറഞ്ഞു ഞാനാണ് ഉട്ട്ലാൻഡ്സ് പണിതാ. ശരി, എനിക്ക് വന്നിട്ട് കാര്യം ചോദിക്കണ്ട, ഈ സിമൻറ്റ് കൊണ്ട് പണിയുന്നുണ്ടല്ലോ, ഈ സിമൻറ്റിന് എത്ര കാലാവധിയുള്ളത്? ഇപ്പോൾ പുള്ളി പറഞ്ഞു അതിൻ്റെ ശരിയായ ഫോർമുല പ്രകാരമുള്ള പണി നമ്മൾ ചെയ്താൽ ആ 50 വർഷമാണ് ആ സിമെൻറ്റിന് അതിൻ്റെ കാലാവധി. ദൈർഘ്യം 50 വർഷം വരെ ഒരു കുഴപ്പമില്ലായിരിക്കും. എന്നാൽ 100 വർഷം വരെയും പ്രശ്നമില്ലാതെ അത് പോകും. കറക്റ്റ് ചേരുവകൾ ചേർത്ത് പണിതാൽ. ഈ തോന്നിയ പോലെ പണിത് കഴിഞ്ഞാൽ എന്ത് പറ്റും? എടുക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെ ഒരു പണിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം. അതിനിടയ്ക്ക് കയറി വന്നുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് 1 കൊരിന്ത്യർ 3-ന്റെ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം വിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. ഞാൻ താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അവിടെ നിൽക്കട്ടെ. സഭാപണി ഇഷ്ടം പോലെ നടക്കുകയില്ല. ഇവിടെ പൗലൂസ് പറയുക. പൗലൂസ് ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരാ? പിതാവും ദൈവത്താലും യേശുക്രിസ്തുവിനാലും. നിങ്ങളുടെ ആ ബുക്കിൽ വേണമെങ്കിൽ എഴുതിക്കോ, ഗലാത്യർ 1:1 എഴുതി വെച്ചോ. അല്ലെങ്കിൽ പൗലൂസ് ആരാന്ന് ചോദിച്ചാൽ ആരും മനസ്സിലാകത്തില്ല. പൗലൂസ് ആരാന്ന് ഇന്നും അറിയത്തില്ല പലർക്കും. പത്രോസ് ആരാന്ന് അറിയത്തില്ല, യോഹന്നാൻ ആരാന്ന് അറിയത്തില്ല, യാക്കോബ് ആരാന്ന് അറിയത്തില്ല. മോശയുടെ അളിയന്റെ പേര് ചോദിച്ചാൽ ചടയേന്ന് പറയും. മോശയുടെ അളിയന്റെ പേര് ഇല്ല. സമാഗമന കൂടാരം പണിത് ആരാണ്? ബെസലേലും. പിന്നെ വേറെ ആരാ? ബെസലേലും വേറെ ആളുണ്ടല്ലോ, അത് പറയത്തില്ലേ? അതൊക്കെ പെട്ടെന്ന് പറയും, ചാടിക്കെ പറയൂ. പത്രോസ് ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പൗലോസ് ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എൻ്റെ പൊന്ന് ദൈവമക്കളെ, എവിടെ നമ്മൾ തിരുവഴുത്തുകളെ അറിയാതെ നമ്മൾ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞാൽ അതാ എൻ്റെ കാര്യം. നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തി ആരിലൂടെ നടന്നു, ആരെ കർത്താവ് തിരഞ്ഞെടുത്തു. പുതിയ നിയമസഭയുടെ പണിയെക്കുറിച്ചുള്ള മെഷർമെന്റുകൾ, പണികൾ എന്താണ്? എന്താ ഇപ്പൊ ഇവിടെ വായിച്ച വാക്യം? ഒന്നുകൂടി വായിക്കാം, റിപ്പീറ്റ് ചെയ്യാം വാക്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം. ഇംഗ്ലീഷിൽ ഇതിനെ കുറിച്ച് മാസ്റ്റർ ബിൽഡറാണ് പൗലോസ്. സഭ പണിയുന്ന മാസ്റ്റർ ബിൽഡറാണ് പൗലോസ്. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ പ്രധാന ശില്പിയായി അടിസ്ഥാനം വിട്ട് പണി. അടിസ്ഥാനം വിട്ട് പണിയുന്നു. അപ്പൊ പുള്ളിയുടെ പണി കഴിഞ്ഞു, പുള്ളി പോയി. പൗലോസിന്റെ പണി കഴിഞ്ഞു, പുള്ളി പോയി.
ഇനി മറ്റൊരുത്തം പണിയുന്നു. സാം പാസ്റ്റർ പണിയെക്കുറിച്ചും ഷാജി പാസ്റ്ററിന്റെ പണിയെക്കുറിച്ചും ജോസഫ് പാസ്റ്ററിന്റെ പണിയെക്കുറിച്ചും മറ്റു പാസ്റ്റർമാരുടെ പണിയെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. പൗലോസ് പണിത് പോയി. തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞു, നല്ല പോലെ പണിത് ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസിന്റെ പണി ക്ലീൻ പണിയായിരുന്നു. പ്രാഗൽഭ്യത്തോടെ പൗലോസ് എന്ത് ചെയ്തു? ആ വാക്യം എഴുതി വെച്ചു, പ്രസംഗിച്ചു, ശുശ്രൂഷ തികച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ കൊടിയ വാള് തൻ്റെ തലയിൽ വീണു. താന് ശിരസ് ഛേദിക്കപ്പെട്ടു. താൻ മരിച്ച് ആ വിശ്രാമ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പണിയുക അവിടെ കിടന്നു. എന്താ പണിയാ പണിയുന്നേ? എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം പാസ്റ്റർമാരോട്. ഇപ്പോൾ പാസ്റ്റർമാരെല്ലാം കേൾക്കുന്നു. എന്ത് പണിയാ പണിയുന്നേ? താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാം, നമ്മൾ പഠിക്കുക. എങ്ങനെയാ പണിയുന്നു ഓരോരുത്തരും നോക്കണം, ശ്രദ്ധിക്കണം. വചനവ്യവസ്ഥ പ്രകാരമാണോ പണിയുന്നെന്ന് നോക്കണം. ഉട്ട്ലാൻസ് പണിത ജോർജ് ഏട്ടൻ പറഞ്ഞു, ഇത്ര സിമെന്റ് ഇന്നും നിൽപ്പുണ്ടത്. ഏകദേശം 100 വർഷം ആകാൻ പോകുന്നുണ്ട്. ഉട്ട്ലാൻസ് ഹോട്ടൽ ഇന്നും ശക്തിയോടെ നിൽക്കുന്നുണ്ട്. അതിന് മുമ്പ് പണിതത് പലതും നമ്മുടെ ഈ ഗവൺമെന്റും ഒക്കെ വന്ന് പല സ്ഥലത്തും പണിത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് തറയിലോട്ട് പോയി, വള്ളപ്പണി പണിതിട്ട്. ഇപ്പോഴും ആ പണി നിൽക്കുന്നുണ്ട്. അതുപോലെ ദൈവസഭ പണിക്ക് ദൈവവചനത്തിന് വ്യവസ്ഥയുണ്ട്, സ്വർഗീയ കോടതി കൊടുത്തിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലന്മാരെ നിയമിച്ചു. അവർ പണിത് വെച്ച പ്രവൃത്തിയുടെ വ്യവസ്ഥ, ടേംസ് ആൻഡ് കണ്ടീഷൻ, ഒരു ഫോർമുല സത്യവേദ പുസ്തകത്തിൽ ഉണ്ട് സഹോദരങ്ങളെ. ഇതാരും ശ്രദ്ധിക്കുന്നു? ഇതാരെങ്കിലും പറഞ്ഞ അവർക്ക് വേണ്ട. ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്ന ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? ഇപ്പം എലിസബത്ത് ആൻറ്റി ഇവിടെ കിടന്ന് ഓടേണ്ടി വരും, കസേര വേറെ എടുക്കേണ്ടി വരും. ഇത്രയൊന്നും പോരാ, കസേര ഇങ്ങനെ കൂടി വരും. ആ സമയത്ത് ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുകയും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കാൻ ആളില്ല. എന്താ കാര്യം? ഇത് അന്ത്യകാലമാണ്. ഇത് വചനത്തിന് പഴയ നിയമത്തിലുണ്ട്. വചനം ദുർലഭമായിരുന്നൊരു കാലം, ഏലിപുരോഹിതന്റെ കാലം. ദൈവവചനത്തിന് സ്ഥാനമില്ലാത്തൊരു കാലം. വചനത്തിൻ്റെ ശുശ്രൂഷകൾക്ക്, വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരായവർ വചനം പ്രസംഗിക്കാൻ ഇല്ലാത്തൊരു കാലഘട്ടമായി ഇത് മാറി. അതിൻ്റെ നടുവിലാണ് ഈ പൊങ്ങത്ത്, ഈ ഹാളിൽ, ഷാരോൺ ഹാളിൽ ഈ ക്ലാസ് ഇവിടെ നടക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ കൂടി ഈ ദൈവവചന പഠനത്തിലേക്ക് ക്ഷണിക്കുക. ഇവിടെ ദൈവവചനം സത്യസന്ധമായി പറയുന്നുണ്ട്. അത് വന്ന് കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ അവരോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ മുഖാന്തരം. ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാനൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. അടുത്ത വാക്യം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയും. അവിടെ നിൽക്കട്ടെ വാസു. അപ്പൊ ഇത് അടിസ്ഥാനം ഏതാ? യേശുക്രിസ്തു ആകുന്ന, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മൂലക്കല്ല് അല്ലേ? അങ്ങനെ പഠിക്കാം. അങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് എല്ലാം കൂടെ എടുത്ത് പറയാൻ സമയമില്ല. മൂലക്കല്ല് യേശുക്രിസ്തു. ആ കല്ലിൻ്റെ അടുക്കൽ പിന്നെ ഏത് കല്ലിനെ കൊണ്ടുവന്ന് പണിയണ്ടേ? നമുക്കെടുക്കാം പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 വാക്യം. പെട്ടെന്ന് എടുത്താട്ടെ. അതിനിടയ്ക്ക് കയറി വന്നു കേട്ടോ, മിന്നൽ പോലെ. 1 പത്രോസ്, ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ടത്. 1 പത്രോസ് 2:4 മുതൽ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അവിടെ നിൽക്കട്ടെ പാസ്റ്റർ, അവിടെ നിൽക്കട്ടെ, വായിക്കണേ. അപ്പൊ ഏത് കല്ലിനെ കൊണ്ടേ പണിയാൻ പറ്റത്തുള്ളൂ? ജീവനുള്ള കല്ല്. ആ കല്ല് എങ്ങനെയുള്ള കല്ലായിരിക്കണം? യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കണം. എങ്ങനെയാ ജീവൻ പ്രാപിക്കുന്നത്? യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ എന്നെ കർത്തൃത്വം നടത്തുവാൻ ഞാൻ കർത്താവിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനെയാണ് കർത്താവ് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയുന്നത്. അല്ലാത്ത ഒരു പണിയും നടക്കില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പണി നടക്കും, അല്ലാതെ പണി നടക്കത്തില്ല. പൗലോസ് അങ്ങനെ പണിതത്, പത്രോസ് അങ്ങനെ പണിതത്, അവരെല്ലാം അങ്ങനെ പണിതു. പൗലോസ് പണിത പണിയെക്കുറിച്ചൊരു വ്യക്തമായൊരു ചിത്രം നമുക്ക് ഇന്ന് തൽക്കാലം കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നു കഴിഞ്ഞു. പിന്നെ അതനുസരിച്ച് പണിയണം. ആ അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇടാൻ ആർക്കും പറ്റില്ലെന്ന പൗലോസ് പഠിപ്പിച്ചേ.
നമ്മളിവിടെ പല അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കടം മാറ്റി കൊണ്ടുവന്നിരുത്തി പണിയിക്കുക, നമ്മൾ കഷ്ടത മാറ്റി കൊണ്ടുവന്ന് പണിയുക, നമ്മൾ ജോലി മേടിച്ചു, ജോലിയില്ലാത്തവന് ജോലി മേടിച്ചു കൊണ്ടെടുത്തിട്ടാണ് പണിയുന്നത്, നമ്മൾ വീടില്ലാത്തവന് വീട് പണിത് കൊടുത്തിട്ടാണ് കൊണ്ടിരുത്തി പണിയിക്കുന്നത്. ഇവർക്കൊന്നും ഉള്ളിൽ എന്തില്ല? കർത്താവുമായിട്ടുള്ള ബന്ധമില്ല. അതാ പത്രോസ് പറയുന്നത്, യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച ജീവനുള്ള കല്ലുകളെ കൊണ്ടുവന്നാണ് മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്നത്. അതാണ് സഭാപണി. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, വചനത്തിലൂടെ. അതാ പറഞ്ഞിട്ട് കഥയില്ല, അതാ പറഞ്ഞ് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് പുസ്തകത്തിൽ കാണുന്ന മെഷർമെന്റ്. തിരുവഴുത്തുകളെയും ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരിയഡൊന്നുമില്ല വാക്യം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ സംഭവം നമുക്ക് മനസ്സിലാവും. തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായിയാൽ ഇതാ തിരുവഴുത്ത്. ഈ തിരുവഴുത്ത് പ്രകാരം പണിയുമ്പോഴേ ദൈവശക്തി നമ്മളിലേക്ക് വ്യാപരിക്കത്തുള്ളൂ. നമുക്ക് രോഗങ്ങളെ മാറ്റാനും നമ്മുടെ കഷ്ടത മാറ്റാനും ദൈവശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിച്ച് കുഴഞ്ഞു കിടക്കാൻ വിശ്വാസം. ഒരു വിടുതലും കിട്ടുന്നില്ല. കാര്യം എന്താ? ഫോർമുല തെറ്റിക്കിടക്കുകയാണ്. മനസ്സിലാക്കണേ. ശാന്തമായിട്ട് വിളിച്ചവർ ഒത്തിരി ചൂടും കാര്യങ്ങളുണ്ട്. ചൂടൊന്നും നമുക്ക് വിഷയമല്ല. ഇതിലും വലിയ ചൂടിൽ കിടന്നാണ് നമ്മൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യവസ്ഥ വിട്ട് പോകരുത്. പോയാൽ ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വരച്ച് അപ്പം നുറുക്കി തന്നെ പ്രാർത്ഥന സഭ പണിയാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് യഥാർത്ഥ സഭ. അല്ലാത്ത പണിയൊന്നും പണിയല്ല. അതൊന്നും ദൈവം അംഗീകരിക്കുകയില്ല. വചന വ്യവസ്ഥ വിട്ടുള്ള ഒരു കാര്യവും സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കുകയില്ല. നമുക്ക് തോന്നും കുഴപ്പമൊന്നുമില്ല. അവസാനം മരണാനന്തരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് വരുന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ കിടക്കും. എന്താ കാര്യം? വ്യവസ്ഥ ഇട്ട് കഴിഞ്ഞാൽ പോയി. നമ്മൾ അങ്ങനെ പഠിക്കുന്ന വിഷയങ്ങൾ വ്യവസ്ഥ വിട്ടാൽ ദൈവം അംഗീകരിക്കത്തില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില നിയമങ്ങളുണ്ട് അല്ലേ? നിയമമൊന്നുമല്ല, ചിലപ്പോൾ അംബേദ്കർ എഴുതി വെച്ച നിയമങ്ങളുണ്ട്. അത് ഓരോന്നനുസരിച്ചാണ് ഇന്ന തെറ്റിന് ഇന്ന നിയമം, ഇത്രാം വകുപ്പ് പ്രകാരം ഓരോ നിയമങ്ങൾ അനുസരിച്ച് ശിക്ഷ കൊടുക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും വക്കീലുമാരെയും ജഡ്ജിമാരെയും ഒക്കെ തിരുത്തി ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ നടക്കും. പക്ഷെ അവിടെ ഒന്നും നടക്കത്തില്ല. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മൾ ആ അടിസ്ഥാന പ്രകാരം നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. ഇനി ആ ഭാഗം ഒന്ന് വായിക്കാം. ഇപ്പൊ വായിച്ചതിന്റെ യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനം എന്നുള്ള ഭാഗം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അതിന്മേൽ അത് യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവിടെ അത് ഇങ്ങനെ വായിക്കണേ. 2 വാക്യം കൂടി വായിക്കണം. അപ്പൊ ഈ പണിയില് എത്ര കാര്യങ്ങളുണ്ട്? വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. അപ്പൊ എത്ര കൂട്ടം കാര്യമുണ്ട്? 6 കൂട്ടം. 6 കൂട്ടമില്ലേ? നോക്കി 7 കൂട്ടമുണ്ടോ? ഏതൊക്കെയാ ഒന്ന് പറഞ്ഞ്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. 6 കൂട്ടം. 6 കൂട്ടം. ഞാൻ വിചാരിച്ചു ഇനി എന്റെ പുസ്തകത്തിൽ തെറ്റിപ്പോയോ? 6 കൂട്ടമുണ്ട്. ഏതാ? 3:12. ഒന്ന് വരുന്നത് 3:12. 6 കൂട്ടം. വൈക്കോൽ. 6 കൂട്ടം. ഒന്നുപോലും തെറ്റിക്കരുത്. ഈ 6 കൂട്ടം കാര്യങ്ങൾ കൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. ഇതില് ഏതു കല്ലാണ്, ഏത് കൂട്ടം കൊണ്ടാണ് ഈ മൂലക്കല്ലോട് ചേർത്ത് പണിയപ്പെടുന്നത്? നിങ്ങൾ പറഞ്ഞേ. വിലയേറിയ. ഏതായി വിലയേറിയ കല്ല്? ആ വിലയേറിയ കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലേതാന്നാ ചോദ്യം. പത്രോസിന്റെ വാക്യത്തിലേക്ക് വരാം. യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്. അവിടെ കിടക്കുന്ന വിഷയം അത് എന്ത് ചെയ്യാം? അത് പൗലോസാണത് പറയുന്നത്. കർത്താവിന്റെ ഹൃദയത്തിൽ രക്ഷിതവും കർത്തവുമായി സ്വീകരിച്ച കല്ല്. യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച് യേശുവിന്റെ സ്വഭാവമുള്ള കല്ല്, യേശുവിന്റെ മനസ്സുള്ള കല്ല്, യേശുവിന്റെ ഭാവമുള്ള കല്ല്. എല്ലാവരെയും കൊണ്ട് പണിയാൻ പറ്റത്തില്ല. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, എല്ലാ കല്ലും കൊണ്ടുവന്ന് മൂലക്കല്ലോട് ചേർത്ത് പണിയാൻ പറ്റത്തില്ല. ദൈവം അംഗീകരിക്കത്തില്ല.
നമ്മൾ പറയും അത് കുഴപ്പമൊന്നുമില്ല, അങ്ങ് തട്ടിക്കൂട്ട് പോയി. ഞങ്ങളുടെ വീട്ടിൽ ഈ വാടകയ്ക്ക് താമസിച്ച ഒരു കൂട്ടരുണ്ടായിരുന്ന ഒരു 3-4 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾ നല്ല കുട്ടികളാണ്, കുഴപ്പമില്ലാത്ത അനുസരണമുള്ള കുട്ടികളാണ്. 3-4 വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത്. അത് വിളിച്ച് മോനെ എന്താ ഈ കറി വെച്ചേ? എന്നെ അങ്കിളെ കറി വെക്കാൻ ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 കോഴിമുട്ട, ഒരു പച്ചമുളക് ഇച്ചിരി എല്ലാം കൂടിയിട്ട് ഒരു തട്ടിക്കൂട്ട് കറി. അപ്പോൾ ഇന്നെന്താ ഉച്ചയ്ക്ക് കറി? ഈ തട്ടിക്കൂട്ട് കറി. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി, ഇന്നും തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ഇന്ന് പലരും പോയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ദൈവം മുൻപാകെ വിലപ്പോകയില്ല. ദൈവത്തിന്റെ വ്യവസ്ഥ പാലിക്കാത്തവൻ പിടിക്കപ്പെടും. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഒരു സംഭവം എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. ആഖാൻ എന്ത് ചെയ്തു? സ്വർണ്ണക്കട്ടിയെടുത്ത് ഒളിച്ചു വെച്ചു. എന്നിട്ട് അവസാനം ഈ സംഭവം ശത്രുക്കളുടെ മുൻപാകെ നിൽക്കാൻ കഴിയാതെ യോശുവയും കൂട്ടരും തോറ്റോടുന്ന സന്ദർഭം വന്നപ്പോൾ ഇതെന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ, അന്വേഷിച്ചപ്പോൾ ഒരുത്തനൊരു കുരുത്തക്കേട് കാണിച്ചു വെച്ചിരിക്കുന്നു. ശത്രുക്കളുടെ മുൻപാകെ നിൽക്കാൻ കഴിഞ്ഞില്ല, കാരണം ഇവിടെ പാപം ചെയ്തിരിക്കുക. എന്താ യോശുവയും കൂട്ടരും ചെയ്തത്? ഒന്ന് പറഞ്ഞ്, അറിയാവുന്ന വചനം അറിയാവുന്നവരെന്ന് പറഞ്ഞ്. ആഖാനെ പിടിച്ച് വിശുദ്ധ വിമലം ചെയ്യുകയാണോ ചെയ്തേ? എന്ത് ചെയ്തു? ജോസഫ് പാസ്റ്റർ തട്ടിക്കളയാൻ പറഞ്ഞ് പിടിച്ചു. അപ്പൊ അത് പഴയ നിയമത്തിലല്ലേ? പുതിയ നിയമത്തിൽ തട്ടിക്കളയും. ദൈവം തട്ടിക്കളഞ്ഞിരിക്കുക. പക്ഷെ ഇപ്പോഴും പാട്ടായിട്ടൊക്കെ ഇരിക്കുക. നമ്മൾ അവിടെയൊക്കെ പോയിരുന്ന ഈ കൈയടിച്ചുകൊണ്ട് ഇരിക്കുന്നേ. ദൈവം തട്ടിക്കളഞ്ഞിരിക്കുക. എനിക്കൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. ദൈവ വ്യവസ്ഥ പാലിക്കാത്തവനെ ദൈവം മാറ്റിക്കളയും. അങ്ങനെ മാറ്റിക്കളഞ്ഞവരാണ് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കല്ലെറിയരുത്. സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും പുതിയ നിയമസഭയെ കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യവസ്ഥയില്ലാത്ത പണികളാണ് പലരും പണിതുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലല്ല പണിയുന്നത്. അവരവർക്ക് തോന്നിയതുപോലെയാ പണിയുന്നത്. കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്, ജോലി മേടിച്ചു കൊടുത്ത്, വിസ മേടിച്ചു കൊടുത്ത്, ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്ത് അവരെ കൊണ്ടിരുത്തി വെള്ളത്തിൽ മുക്കിപ്പൊക്കി പണിതുകൊണ്ടിരിക്കുക. ഈ പണിയൊന്നും ശരിയാകത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ, പണ്ട് ക്യാപ്റ്റൻ സാമുവൽ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഗുരു കൂടിയ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: കാഹളം ധ്വനിക്കുമ്പോൾ അറിയാം വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. അതൊക്കെ പാടി സന്തോഷത്തോടെ കാലം തുളിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വിശുദ്ധന്മാർ പറന്നു പോകും. അതിൻ്റെ നമ്മളിപ്പോൾ പഠിക്കുന്ന അനുസരിച്ച് യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം വിശുദ്ധിയോടെ നിർമ്മലയോടെ പണിതുകൊണ്ടിരിക്കുന്ന ആ കല്ലുകൾ ക്രിസ്തുവിന്റെ സ്വഭാവം. ഈ പണിയുന്ന എന്തിനാ? ഈ മൂലക്കല്ലിന്റെ സ്വഭാവം ഇതിന് കിട്ടണം. ഹല്ലേലൂയ. ഈ മൂലക്കല്ലിന്റെ സ്വഭാവവും ഈ മൂലക്കല്ലിന്റെ ഭാവവും, അതിന്റെ ഭാവവും സ്വഭാവവും മനസ്സും, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു, നാം ക്രിസ്തുവിന്റെ ഭാവമുള്ളവരാകുന്നു, നാം ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. പണിത് ശുശ്രൂഷകന്മാർ ദൈവവചനം കൊണ്ട് പണിത് ഈ മൂലക്കല്ലിന്റെ സ്വഭാവം ഈ പണിയപ്പെടുന്ന കല്ലാകുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഉയർപ്പില്ല, നമുക്ക് രൂപാന്തരമില്ല. ഇത് പറയാനാണ് സാമ്പാസ് വന്ന്? അതെ, ഇത് പറയാനാണ് വന്ന്. ഞങ്ങൾ 3-4 സഹോദരന്മാർ ഇത് പറയാൻ ഇവിടെ വന്ന്. ഹല്ലേലൂയ. ഇത് പറയാൻ ആളില്ല ഇവിടെ. ഹല്ലേലൂയ. നിങ്ങൾ തിരുവെഴുത്തുകളെയും ഇടയ്ക്കിടയ്ക്ക് പീരിട്ടോണ്ടിരിക്കുക. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായാൽ നമ്മൾ തെറ്റിപ്പോകും. കർത്താവാ പറഞ്ഞത്. അതുകൊണ്ട് തിരുവെഴുത്തുകളെ ഉള്ളതുപോലെ അറിയും. 1-ാം ദിവസത്തിൽ തന്നെ തിരുവെഴുത്തുകൾ എന്താണെന്നൊരു ചെറിയ തോതിലുള്ള വിവരണം കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. സ്വത്രം 2 മണിക്കൂറത്തെ ശുശ്രൂഷയുള്ളൂ. അത് കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതിൽ കൂടുതൽ ഞാൻ ചെയ്യാറില്ല ശുശ്രൂഷ എങ്ങും. 2 മണിക്കൂർ തീർത്തും ചെയ്യാറുണ്ട്. നിങ്ങൾ പറയുകയാണോ 1.5 ആക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആക്കുകയും ചെയ്യും. കാരണം അത് നിങ്ങളുടെ ബുദ്ധി ഇതനുസരിച്ച് ആയിരിക്കുള്ളൂ. 2 മണിക്കൂർ സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചന വ്യവസ്ഥ പ്രകാരമാണോ നമ്മുടെ ക്രിസ്ത്യ ജീവിതമെന്ന് ഇന്ന് പകൽ ഓരോരുത്തരും തങ്ങളെ തന്നെ ശോധന ചെയ്ത്, വ്യവസ്ഥ പ്രകാരമല്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, എൻ്റെ ആത്മരക്ഷ ഒരുപക്ഷെ എന്നെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. ഞാനിവിടെ അനുഗ്രഹമൊക്കെ പ്രാപിക്കും, എനിക്കിവിടെ എല്ലാം കിട്ടിയെന്ന് വരും. ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം വാരിക്കോരി പ്രാപിച്ച് സോളമൻ അങ്ങോട്ട് പോയി. പ്രവചന ഭാഷ പറഞ്ഞാൽ ഒരു വൃക്ഷത്തെ പറിച്ചു കളയുന്നത് പോലെ ദൈവം അവനെ പറിച്ചു കളഞ്ഞു. എന്താ കാര്യം? അവന്റെ പ്രതാപവും ദേവാരാജിയും മറ്റു രാജാക്കന്മാരും ശലോമനെ നിഷേധിക്കുന്ന ദൈവം എത്ര വലുതാണ്, ശക്തനായ ദൈവത്തിന്റെ ഒരു ദാസനാണ് നീ എന്നൊക്കെ അവർ സാക്ഷ്യം പറഞ്ഞെങ്കിലും ആളങ്ങോട്ട് പോയി. വിശുദ്ധന്മാരുടെ പട്ടിക
എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതി വരുമ്പോൾ ഈ മാന്യദേഹത്തെ അവിടെ കാണാനില്ല. വേദപണ്ഡിതന്മാർ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതേസമയത്ത് ദാവീദ് എന്താ പറഞ്ഞത്? ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. പാപം ചെയ്ത സമയത്ത്, തെറ്റുകൾ വന്ന സമയത്ത് ദൈവശബ്ദമായി നാഥാൻ പ്രവാചകൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രവചന ശബ്ദത്തിൻ്റെ ആ ദൂതിൻ്റെ മുൻപിൽ ഈ ദാവീദ് സ്വത്രം എന്ത് ചെയ്തു? വീട് കിടന്ന് കരയാനിടയായി. ഞാൻ നിന്നോട് പാപം ചെയ്തു, എനിക്ക് തരണമേ. 51-ാം ഇപ്പൊ നമ്മളതും വെച്ചോണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വൈദ്യുതാംശം പ്രാപിച്ചവൻ പറയാ ഞാൻ നിന്നോട്. നീ പിന്നെ രക്ഷിക്കപ്പെട്ടെ? എന്തിനു രക്ഷിക്കപ്പെട്ടെ? നീ എന്തിനാ സ്നാനപ്പെട്ടത്? നീ പാപത്തിന് വിടുതൽ പ്രാപിച്ചല്ലേ രക്ഷിക്കപ്പെട്ടത്? പാപത്തിന് വിടുതൽ പ്രാപിച്ചല്ലേ സ്നാനപ്പെട്ടത്? പിന്നെ നീ അതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ തന്നെ ചിന്തിച്ചോ ബാക്കി കാര്യം. ആ പ്രവചന ശബ്ദത്തിൻ്റെ മുമ്പിൽ ദാവീദ് കീഴ്പ്പെട്ടു. ആ ദാവീദിനെ ദൈവം എന്ത് ചെയ്തു? എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് ആ ദാവീദിനെയാണ് വചനത്തിൽ കർത്താവ് എന്താ പറയുക? ആ കർത്താവ് എന്താ പറഞ്ഞത്? ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു. ആ എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ആര്? പാപം ചെയ്തവൻ. അവൻ ചെയ്ത പാപത്തെ അവിടെ കണക്കിട്ടില്ല. അവൻ്റെ ഏറ്റുപറച്ചിൽ 100% ശരിയായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം, ബലഹീനതകൾ വരാം, പാപങ്ങൾ വരാം. അതാത് സമയങ്ങളിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവേ ഞാൻ തെറ്റിപ്പോയി, കർത്താവേ ഞാൻ ബലഹീനനായിപ്പോയി, തിരുവഴുത്തുകളെയും ദൈവസത്യം അറിയാതെ ഇത്രയും നാൾ ഞാൻ വഴിവിട്ടു പോയി, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് ക്ഷമ കാണിക്കണമേ കർത്താവേ, എനിക്കും എന്നോട് മനസ്സരിയണമേ കർത്താവേ. ഇന്നു മുതൽ വചനവസ്തുപ്രകാരം ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് ഈ വചന കേൾവിയുടെ മുമ്പാലെ എത്ര പേർ ദൈവത്തോട് പറയും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആരും കഴിയും. മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല്, അതിൽ വിലയേറിയ കല്ല് മാത്രം, ആ പണി മാത്രം ദൈവം അംഗീകരിക്കത്തുള്ളൂ. ഇനി ആ വിഷയത്തിന്റെ അവസാന വാക്യം പറഞ്ഞ് നിർത്തിയാട്ടെ പാസ്റ്റേ. ആ ദിവസം അതിനെ വെളിവാക്കും. ആ ദിവസം അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അടുത്ത ദിവസം അതിനെ വെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓരോരുത്തന്റെ പ്രവൃത്തി, ഓരോരുത്തന്റെ വചന ശുശ്രൂഷ, ഓരോരുത്തന്റെ ജീവിതം, ഓരോരുത്തന്റെ ദൈവസഭയുടെ ഇടപെടല് തീ ശോധന ചെയ്യുന്നൊരു ദിവസമുണ്ട്. അത് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യും? ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അടുത്ത ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു കച്ചിയും കൊണ്ടൊരു വണ്ടി പോകണുണ്ടല്ല, കണ്ടായിരുന്നോ? ഒരു ലോറി നിറയെ ഇങ്ങനെ കച്ചി കൊണ്ടുപോകുക. കാണുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ലോറി മുഴുവൻ സാധനം നിറഞ്ഞിരിക്കുക. അടുത്തുള്ള വണ്ടിയിലൊക്കെ ഈ കച്ചി തട്ടുക വെച്ച് അതുപോലെ നിറഞ്ഞിരിക്കുക. ഒരു തീപ്പെട്ടി കൊള്ളി മതി ഷൂ എന്നും പറഞ്ഞ് എല്ലാം കൂടി എന്ത് ചെയ്യുക? കത്തി അമരും. അപ്പോൾ വ്യവസ്ഥ വിട്ടുള്ള പണിയെല്ലാം തമ്പുരാന്റെ മുൻപിൽ കത്തി അമരുമെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയാൽ തെറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരുവഴുത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരുവാൻ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പാൽസിന്റെ കർത്താവും എന്ന അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ആ തിരുവഴുത്തിന്റെ വ്യവസ്ഥകൾ, ഉപദേശങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വായിച്ച് പഠിച്ച് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ, അല്ലാതെ മറ്റൊന്നില്ല. സ്തോത്രം. ഇനി 1 തീമോഥെയോസ് 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 2 തീമോഥെയോസ് 2:15 2 തീമോഥെയോസ് 2:15 1 തീമോഥെയോസ് 8:15 രണ്ടും വായിക്കണം കേട്ടോ. 1 തീമോഥെയോസ് 8:15 എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അതേതാ വാക്യം? അത് 1 തിമോത്തി 2:15. സ്തോത്രം. 1 തീമോഥെയോസ് 8:15 വായിച്ചേ? ഇട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയം ചിലപ്പോൾ തെറ്റിപ്പോയില്ല വാക്യം. 3:15 സോറി 3:15 ഒന്ന് വായിച്ചേ. ഇത് ചടുപുടേന്ന് എഴുതിയോണ്ട് തെറ്റിപ്പോയി. 1 തീമോഥെയോസ് 3:15 താമസിച്ചു പോയാലോ? കറക്റ്റ്, അതാ വാക്യം.
സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന്. സത്യത്തിൽ ഞാനിത് കറക്റ്റായിട്ട് എഴുതി കൊടുത്തതായി ഒരു ഹിന്ദു കുട്ടിയാണ് ഈ DTP എടുത്തത്, അത് തെറ്റിച്ചു കളഞ്ഞത്, അതുകൊണ്ടാട്ടോ സംഭവിച്ചത്. സോറി, സാരമില്ല, പോട്ടെ. ഇപ്പൊ വായിച്ച വാക്യം ശ്രദ്ധിച്ചോളാം, നിങ്ങൾ തിരുത്തിക്കോണേ ആ ഭാഗം. 1 തീമോഥെയോസ് 3:15 തിരുത്തിക്കോണം. 8:3:15 ശരിക്കും. അല്ല, അത് പറയാം. 1 തീമോഥെയോസ് 3:15 ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ എങ്ങനെ നടക്കണമെന്ന് അറിയേണ്ടതിന് ഞാൻ ഇത് എഴുതുന്നു. അപ്പൊ പൗലോസ് ലേഖനം എഴുതി എന്തിനാ? തീമോഥെയോസിനെ പഠിപ്പിച്ചത് എന്തിനാ? ദൈവസഭയിൽ എങ്ങനെ നടക്കണം, ദൈവസഭയിൽ എങ്ങനെ ശുശ്രൂഷിക്കണം, ദൈവസഭയിൽ എങ്ങനെ പഠിപ്പിക്കണം, ദൈവസഭയിൽ എങ്ങനെ പ്രബോധിപ്പിക്കണം, ദൈവസഭയിൽ കാര്യങ്ങൾ ഏതൊക്കെ നിലയിൽ ചെയ്യണമെന്ന് പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞിരുന്നു. അത് നമ്മളും അനുസരിക്കണം. ചിലത് പറയാ ആ തീമോഥെയോസ് അനുസരിച്ചാ പോരെ. നോ, തീമോഥെയോസ് മാത്രമല്ല, കർത്താവിന്റെ വരവ് വരെ പുതിയ നിയമസഭയുടെ പാസ്റ്റർമാരായി തീമോഥെയോസിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ തീമോഥെയോസുമാരും ഞാനും നിങ്ങളും ദൈവസഭയിൽ എങ്ങനെ നടക്കണം എന്നുള്ളത് പൗലോസ് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ നടക്കണം. മറ്റേ വാക്യവും ആ സഹോദരി തെറ്റിച്ചു കളഞ്ഞു, അത് ഞാൻ തിരുത്താൻ പോവാണ്. 2 തെസ്സലോനി 2:15 ഇവിടെ തീമോഥെയോസ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. 2 തെസ്സലോനി 2:15 പുള്ളിക്കാരി എഴുതിയ തെറ്റാണ്, സാരമില്ല, പോട്ടെ, വായിക്കാം. 2 തെസ്സലോനി 2:15 ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ അപ്പൊ അവർ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. തിരുത്തിക്കോണേ. പുതിയ നിയമസഭയുടെ പ്രമാണം ഓർ ഉപദേശം എന്ന ഹെഡിങ്ങിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്യം 2 തീമോഥെയോസ് എന്നുള്ളത് 2 തെസ്സലോനി എന്ന് എല്ലാവരും തിരുത്തണം. പേനായിട്ട് തിരുത്തിക്കോ, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോകും. എല്ലാവരും തിരുത്തിക്കോണം. അത് പേനയില്ല, തിരുത്തിക്കോ, അല്ലെങ്കിൽ ആർക്കും പറ്റും. ഇപ്പൊ തന്നെ തിരുത്തണം. കാരണം ഒരു ഹിന്ദു കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയത്. ഞാനത് അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. 1-2 മണിക്കൂർ കൊണ്ടുള്ള പ്രയോഗമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. 2 ദിവസവും 2:15 ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ. ഒരു വാക്കിനാൽ തന്ന പ്രമാണം ഏതാ? പ്രവൃത്തി പുസ്തകം. വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം. ലേഖനങ്ങളുടെ തന്ന പ്രമാണം ഏതാ? അത് കറക്റ്റായിട്ട് പറയുമ്പോൾ റോമാലേഖനം മുതൽ പറഞ്ഞോ. യൂദയുടെ ഈ പ്രവൃത്തി വെളിപ്പാട് പുസ്തകം 1, 2, 3 കൂടി പുതിയ നിയമസഭയ്ക്കുണ്ട്, അറ്റാച്ച് ചെയ്യാം. 4-ാമത്തെ അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. അപ്പോൾ പ്രവൃത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം 1, 2, 3 വരെയുള്ള അധ്യായങ്ങൾ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആര് മുറുകെ പിടിക്കണം? പുതിയ നിയമസഭ. ആ തിരുവെടുത്ത് നമ്മൾ തെറ്റിച്ചാൽ എന്ത് പറ്റും? നമ്മൾ തെറ്റിപ്പോകും. ഈ തിരുവചനം നമ്മൾ തെറ്റിച്ചാൽ നമ്മൾ തെറ്റിപ്പോകും. 2 തെസ്സലോനി 2:15 വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കേണ്ട വാക്യമാണ്. ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാണ് തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ. അപ്പൊ പുതിയ നിയമസഭയുടെ പ്രമാണം ഏതാ? അറിഞ്ഞോ? അപ്പോസ്തലന്മാർ വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം. വാക്കിനാൽ പ്രവൃത്തി പുസ്തകം മുഴുവൻ വാക്കുകൊണ്ട് പ്രസംഗിച്ചതാണ് രേഖപ്പെടുത്തിയേക്കുന്ന ലൂക്കോസ്. മറ്റത് ലേഖനങ്ങളിലൂടെയുള്ളതാണ്. ഇതാണ് എൻ്റെ ഈ പ്രോപ്പർ ചാനലായിട്ടുള്ള പഠനമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകും. അവർ വാക്കിനാൽ തന്ന പ്രമാണം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ നൽകുന്ന പ്രമാണത്തിന്റെ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? 94. അങ്ങനെ ആ 94-കാരൻ്റെ കീഴിൽ വചനം പഠിച്ച ഞങ്ങൾ 3 പേരുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് ജോസഫ് പാസ്റ്റർ, ഇത് നമ്മുടെ ഷാജി പാസ്റ്റർ, ഞാൻ. അദ്ദേഹത്തിന് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല അല്ലേ?
ഞങ്ങൾ 3 പേരിക്കുന്ന സമയത്ത് ഈ പുള്ളി പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ഒരു വരവണ്ണം മാറ്റാൻ പാടില്ല, അതിനെ ഒരു കോമ മാറ്റാൻ പാടില്ല. പൗലോസ് പഠിപ്പിച്ചതും പത്രോസ് പഠിപ്പിച്ചതും യോഹന്നാൻ പഠിപ്പിച്ചതും യാക്കോബ് പഠിപ്പിച്ചതും യൂദ പഠിപ്പിച്ചതുമായ വചനത്തിൻ്റെ ഉപദേശങ്ങൾക്ക് ഒരു വരവണ്ണം ആരും തെറ്റിക്കാൻ പാടില്ല. എന്താ കാര്യം? ദൈവം അവരെ ഭരമേൽപ്പിച്ചു. ഇനി ആ പഠനത്തിലേക്ക് വരികയാണ്. എല്ലാവരും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എടുക്കാം. ഇത് അല്പം നിയോഗം പോലെ ആ ക്ലാസ് ഞാൻ എടുക്കുന്നു. ഇത് അവസാനമായി കിടക്കുന്ന വിഷയം, എങ്കിലും അത് എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എഴുതാട്ടെ. അതിൻ്റെ 1-ാം വാക്യം വായിക്കുക. എല്ലാം വായിക്കാൻ സമയമില്ല. വന്നിരിക്കുന്നു. മഹത്വപ്പെടുത്തണമേ. നൽകിയിരിക്കുന്നുവല്ലോ. അടുത്ത അടുത്ത് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അടുത്ത് ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ആമേൻ. അടുത്ത് നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് 6-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ സഹോദര, ഇതാരാ ഇത്? ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര്. അപ്പൊ ഇവിടെ ചിലർ പറഞ്ഞത് എന്താണെന്നറിയോ? പാസ്റ്റർ, അവര് ബൈബിൾ കോളേജിലൊന്നും പോയില്ലല്ലോ, അവർക്ക് ഡിഗ്രി ഒന്നും ഇല്ലല്ലോ, അവർക്ക് BTech ഇല്ല, CTech ഇല്ല, MDiv ഇല്ല, അവർക്ക് പിന്നെ ഇന്ന് ലോകത്തിൽ ബൈബിൾ കോളേജിൽ കൊടുക്കുന്ന യാതൊരു ഡിഗ്രി അവർക്കില്ലല്ലോ. പിന്നെ അവരെന്ന് പറയുന്നത് എടാ അവരെ ദൈവമാക്കി വെച്ചു. അതിന് സമയം സാറിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ശ്ലോകം ഞാൻ പാടാൻ ആഗ്രഹിക്കുക. നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു പരം പ്രേഷണം ചെയ്ത് അവനിയിൽ ഗുരുക്കളാക്കി. നീചരായി ലോകം കണ്ട മുക്കുവ സഹോദരന്മാരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറച്ച് യേശുക്രിസ്തുവിനെ പകരം പ്രസംഗിക്കാനായിട്ട് കർത്താവ് ലോകത്തിലാക്കി വെച്ചു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രോസ് ആയ ശിഷ്യന്മാരെ. അവർ പറയുന്നത് നമ്മൾ കേട്ടോളണം. ന്യായപ്രമാണത്തിൽ അതിഗായകനായ പൗലൂസും അവരോട് കൂടെ ചേർന്ന് ആടിയപ്പെടുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ, ഞാനും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രയേ നിങ്ങളുടെ അടുക്കൽ വന്നത്. 1 കൊരിന്ത്യർ 2:1 മുതൽ. യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചു. താൻ കർത്താവിനെ അറിഞ്ഞു. കർത്താവിൽ നിന്ന് അറേബ്യൻ മരുഭൂമിയിലിരുന്ന് താൻ പ്രാപിച്ചു. ആ പ്രാപിച്ച വചനങ്ങളും അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച വചനങ്ങളും ചേർത്ത് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്നിരിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. തെറ്റിക്കാൻ പാടില്ല. ഇന്നങ്ങനെയാണോ പോകുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ച്, ഇന്നത്തെ പോക്ക് അങ്ങനെയാണോ? ഹല്ലേലൂയ, സ്തോത്രം.